നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി 5 പേർക്ക് ദാരുണാന്ത്യം. നാടോടികളാണ് മരിച്ചത്. ചേർപ്പ് ഉപജില്ലാ കലോത്സവം ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു. ചൊവ്വാഴ്ച റവന്യൂ മന്ത്രി കെ രാജൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ തിടമ്പേറ്റി. വാർത്തകൾ വിശദമായി. നാട്ടികയിൽ തടികയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി 5 പേർക്ക് ദാരുണാന്ത്യം. നാടോടികളാണ് മരിച്ചത്. മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ്. 50 വയസ്സുള്ള കാളിയപ്പൻ, 4 വയസ്സുള്ള ജീവൻ, 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുള്ള ബംഗാരി, 1 വയസ്സുള്ള വിശ്വ എന്നിവരാണ് മരിച്ചവരിലുള്ളത്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നാട്ടിക KJ തിയേറ്ററിനടുത്താണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ഇവർ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു. പുലർച്ചെ 4-നാണ് അപകടം സംഭവിച്ചത്. കിടന്നുറങ്ങിയ സംഘത്തിൽ 10 പേർ ഉണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന തടി കയറ്റിയ ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്ന ഇടത്തേക്ക് ഇടിച്ചു കയറിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 5 പേര് മരിച്ചു. 7 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാരിക്കേഡ് മറികടന്നു വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. ചേർപ്പ് ഉപജില്ലാ കലോത്സവം ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു. ചൊവ്വാഴ്ച റവന്യൂ മന്ത്രി കെ രാജൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 2ാം ദിവസമായി ചൊവ്വാഴ്ച ജനപ്രിയ ഇനങ്ങളാണ് അരങ്ങിലെത്തിയത്. വിവിധ വിഭാഗങ്ങളിലായി ഒപ്പന, വട്ടപ്പാട്ട്, അറബനമുട്ട്, ദഫ്മുട്ട്, കോൽക്കളി എന്നിവ നിറഞ്ഞ സദസ്സിനു മുന്നിൽ അരങ്ങേറി. നാടോടി നൃത്ത ഇനങ്ങളും ശ്രദ്ധേയമായിരുന്നു. മോഹിനിയാട്ടം, മൈം, ഇൻസ്ട്രുമെന്റൽ, മലയാളം പ്രസംഗം, അക്ഷര ശ്ലോകം തുടങ്ങിയ മത്സരങ്ങളും അരങ്ങിലെത്തി. നിറയുമത്തലമിൽ നാളിതു നീങ്ങിടും നഹറായി കുപ്പത്തിലെ വിരലതിൽ മസലായി ദേവിയെ കണ്ടതിരായി കണ്ണകി കലിതുള്ളി കണ്ണകി സംഭാരയായി മാറി അലറി വിളിക്കുന്ന കാറ്റുപോലോൾ മണ്ണിന്റെ ഉത്താരകൻ തിരത്തി ഗർജിച്ചു കണ്ണകി ചോദിച്ചു മന്നനോട് നാടികൾ ചിലമ്പിനുള്ളിലെന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ തിടമ്പേറ്റി. തിരുവമ്പാടി ചന്ദ്രശേഖരൻ വലത്തും ചിത്തല്ലൂർ മുരളീകൃഷ്ണൻ ഇടത്തും അണിനിരന്നു. കിഴക്കൂട്ട അനിയന്മാരാർ പഞ്ചാരിമേളത്തിന് നേതൃത്വം നൽകി. തുടർന്ന് സ്പെഷ്യൽ നാഗസ്വര കച്ചേരി, ഓട്ടൻതുള്ളൽ എന്നിവയും ഉണ്ടായിരുന്നു. വൈകുന്നേരം 3-ന് പഴുവിൽ രഘുമാരാർ നേതൃത്വം നൽകുന്ന ധ്രുവമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശിവേലി നടന്നു. തുടർന്ന് പാഠകം, ദീപാരാധന, പഞ്ചവാദ്യം, നാഗസ്വരം, ഭരതനാട്യ കച്ചേരി, നൃത്താഞ്ജലി എന്നിവയുണ്ടായി. 11:30-നാണ് വിളക്കിനെഴുന്നള്ളിപ്പ്. ബുധനാഴ്ച പുലർച്ചെ 2-ന് പഞ്ചവാദ്യം, തുടർന്ന് ദ്വാദശി പണ സമർപ്പണവും രാവിലെ 8-ന് ദ്വാദശി ഊട്ടും നടക്കുന്നതോടെ ഏകാദശി ആഘോഷ പരിപാടികൾ സമാപിക്കും.
പാറളം ഗ്രാമപഞ്ചായത്തിലെ പ്രഥമ ബാഡ്മിന്റൺ ഇൻഡോർ ക്ലബ്ബായ ഹലോ ഇൻഡോർ ക്ലബ്ബ് തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഹലോ ഇൻഡോർ ക്ലബിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന 10 പരിപാടികളുടെ ഭാഗമായാണ് തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഹെൻറി ജോസഫ് അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് ഹരി പി നായർ മുഖ്യാതിഥിയായിരുന്നു. അമ്മാടം സെയിന്റ് ആന്റണീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ ആലപ്പാട്ട്, ജനറൽ കൺവീനർ EA ബൈജു, പ്രോഗ്രാം കൺവീനർ അനൂപ് കൊല്ലാറ എന്നിവർ സംസാരിച്ചു. ആവേശകരമായ തിരുവാതിരക്കളി മത്സരത്തിൽ ശിവപാർവതി താണിശ്ശേരി ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കി. അവണിശ്ശേരി പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ നിത്യ ജയരാജൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V സുനന്ദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ ചാണാശ്ശേരി, ഗീത ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ അക്ഷരലക്ഷ്മി ക്ലാസ് എടുത്തു. നാട്ടികയിൽ അപകടം നടന്ന സ്ഥലത്ത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, കൊടുങ്ങല്ലൂർ DYSP VK രാജു എന്നിവർ സന്ദർശിച്ചു. 5 പേരാണ് മരിച്ചതെന്നും പരിക്കേറ്റ 6 പേരിൽ 2 ആളുടെ നില അതീവ ഗുരുതരമാണെന്നും കളക്ടർ പറഞ്ഞു. മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലുള്ളത്. അതിൽ 2 പേരുടെ കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ളതാണ്. നമ്മൾ പരമാവധി ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി മരിച്ചവരുടെ തുടർ നടപടികൾ നടന്നു വരുന്നുണ്ട്. ഇൻക്വസ്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും, പോസ്റ്റ്മോർട്ടം ഉടനെ ചെയ്യും. അതിനുശേഷം ബോഡി അവരുടെ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് വരുന്നത്. എവിടെയാണ്? പാലക്കാട് ഗോവിന്ദപുരം. പ്രാഥമികമായിട്ട് പാലക്കാട് ഗോവിന്ദപുരത്താണ്. അവരുടെ ബന്ധുക്കളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വരും. തുടർന്ന് അവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവർ ചെറിയ ജോലികളായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നതാണല്ലോ? എങ്ങനെയാണ്? നമുക്ക് പ്രാഥമികമായിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പാലക്കാട് നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പോയിട്ട് നടപടികളായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്. ഈ മദ്യപിച്ച് ഇത്രയും ദൂരം 200 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഗൗരവമായ നിയമ നടപടി ലൈക്ക് അത് തന്നെയാണ്. മദ്യപിച്ചിട്ടാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ഡ്രൈവറും വണ്ടി ഓടിച്ചിരുന്ന ആൾ നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇടിച്ച് ഇങ്ങോട്ട് കയറിയത്. കാരണം നല്ലോണം കവേർഡ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് വണ്ടി വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ അതാണ് ഇടിച്ച് കയറിയിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവറും ക്ലീനറും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിനെക്കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ട നടപടി ഇതിൻ്റെ ഇന്ന് തന്നെ നമ്മൾ വിട്ടുകൊടുക്കും. അതിനുള്ള നാട്ടിലെത്തിക്കും. അവർ ഓരോരുത്തർ വീട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. മനഃപൂർവ്വമായ നരഹത്യക്കാണ് ഇപ്പോൾ നിലവിലെ കേസ് 304 അനുസരിച്ചാണ്. അത് പോലീസ് അത് നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ആശുപത്രിയിലുള്ളവരുടെ ചികിത്സയ്ക്ക് കൂടുതൽ കാരണം വേറെ ആരും ഇല്ലല്ലോ. അതിൻ്റെ കാര്യത്തിൽ എങ്ങനെ? അവർക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റായിട്ടുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കും. മെഡിക്കൽ കോളേജിലാണ്. അവർക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇയാൾക്ക് ലൈസൻസ് ഇല്ലെന്നും മദ്യലഹരിയിലായിരുന്നുവെന്നും കളക്ടർ പറഞ്ഞു. മാഹി ഭാഗത്തു നിന്നാണ് ഡ്രൈവറും ക്ലീനറും മദ്യപിച്ചതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. മരത്തടികൾ എടുത്തുകൊണ്ട് പെരുമ്പാവൂരിലേക്ക് പോകുന്ന വണ്ടിയായിരുന്നു. മാഹി ഭാഗത്ത് എവിടെയോ വെച്ച് മദ്യപിച്ചിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട്. അത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഇതിൽ ഡ്രൈവറുണ്ടായിരുന്നു, ഡ്രൈവറോടൊപ്പം ക്ലീനറുണ്ടായിരുന്നു. 2 പേരും കസ്റ്റഡിയിലുണ്ട്. 2 പേരും മെഡിക്കൽ പരിശോധന വിധേയമാക്കിയിട്ടുണ്ട്. മദ്യപിച്ചിട്ടുണ്ട് എന്ന് മെഡിക്കൽ പരിശോധന നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മുൻ കേസുകളിൽ ഉള്ളവരാണ് എന്നും ഒന്നും ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പം വണ്ടി ഓടിച്ചത് ആരാണ്? വണ്ടി ഓടിച്ചത് ക്ലീനറാണോ എന്നൊരു സംശയം നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല എന്നാണ് നമ്മൾ വിവരം മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇപ്പോഴും ഒരു മദ്യലഹരിയിലുള്ളത് കൊണ്ട് കുറച്ചും കൂടി വിശദമായി ചോദിക്കേണ്ടിയുണ്ട്. ദൃക്സാക്ഷികളെ കണ്ട് ചോദിക്കേണ്ടിയുണ്ട്. ഈ സംഭവത്തിന് ശേഷം വണ്ടി അവർ 1 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇവരെ കണ്ട ദൃക്സാക്ഷികളെ കുറച്ചും കൂടി കാണേണ്ടിയുണ്ട്. സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകൾ ഇനിയും കൂടി ചെയ്യേണ്ടിയുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്നും കമ്മീഷണർ പറഞ്ഞു. വാടാനപ്പിള്ളയിൽ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. ലോറി ഡ്രൈവർ മലപ്പുറം കൊളത്തൂർ സ്വദേശി 25 വയസ്സുള്ള ആഷിഖിനാണ് പരിക്കേറ്റത്.
മരണവളവിൽ ഇന്ന് പുലർച്ചെ 4:30 ഹൈവേ നിർമ്മാണത്തിനായി മണൽ കൊണ്ടുപോകുന്ന ടോറസ് ലോറി റോഡിൽ നിന്നും പറമ്പിലേക്ക് മറിഞ്ഞാണ് അപകടം നടന്നത്. അപകടത്തിൽ വാഹനത്തിന്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തു. വാടാനപ്പള്ളി ആഡ്സ് ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റ ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോഗോസ് വേരിത്താസ് ക്യൂസ് മത്സരങ്ങളിൽ അതിരൂപതലത്തിൽ സമ്മാനാർഹരായ 43 പേർക്ക് ഫൊറോന തല അവാർഡ് ദിനത്തിൽ സമ്മാനദാനം നടത്തി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ തൃശൂർ അതിരൂപത ബൈബിൾ പ്രേക്ഷിതത്വത്തിന്റെ നേതൃത്വത്തിലാണ് ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത്. പഴുവിൽ ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്തു. സൊഫറിൻ സോഫിയ കോർഡിനേറ്റർ ഫാദർ ജിൻഡോ പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. ബൈബിൾ അക്കാദമി ഫാക്കൽറ്റി മെമ്പർ ഫാദർ ട്രിജിൻ തട്ടിൽ ബൈബിൾ ക്ലാസ് നയിച്ചു. പഴുവിൽ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, പഴുവിൽ ഫൊറോന കോർഡിനേറ്റർ ജോസ് ആലപ്പാട്ട്, ലോഗോസ് ടോപ്പർ പൗളി ബേബി, കിഴുപ്പിള്ളിക്കര ഇടവക ആനിമേറ്റർ ഷെവലിയർ ഡോക്ടർ സണ്ണി തേക്കാനത്ത്, ചിറക്കൽ ഇടവക ലോഗോസ് ആനിമേറ്റർ ഫിജി ഷാജു എന്നിവർ പങ്കെടുത്തു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാനവ സഞ്ചാരത്തിന് തൃശൂരിൽ സ്വീകരണം നൽകി. വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ രംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് സാംസ്കാരിക നഗരിയിൽ സ്വീകരണം നൽകിയത്. മാനവ സംഗമം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പൗരാവകാശങ്ങളെ ജാതീയതയുടെ പേരിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നേരിടേണ്ടതുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മഹനീയമായ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് സമ്മാനിക്കുന്ന പൗരാവകാശങ്ങളെ ജാതിയുടെ മതത്തിന്റെ പേരു പറഞ്ഞില്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്ന അപകടകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് വിളിക്കാവുന്ന വിധത്തിൽ അധികാരവർഗത്തിന്റെ പിന്തുണയോടെ നാട്ടിൽ ഉയർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഏതെങ്കിലും മതത്തിന്റെ നിറം ചാർത്താനും അതിന് വർഗീയ സ്വഭാവം വരുത്താനും മനുഷ്യത്വമെന്ന മഹത്തായ പദത്തിന് അർത്ഥമില്ലാതാക്കാനും നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളെ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് നേരിടുക എന്നതാണ് ഈ കാലം നമ്മളെ ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ചൂരൽമലയിലെ മഹാദുരന്തം കഴിഞ്ഞ് 115 ദിവസം നാം പിന്നിടുകയാണ്. 251 പേർ മരണപ്പെട്ട 47 മനുഷ്യജീവിതങ്ങൾ ഇനിയും കണ്ടെത്താൻ ബാക്കി നിൽക്കുന്ന ഒരുപക്ഷേ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയപ്പോ കരുതൽ കൊണ്ടും കരുത്തുകൊണ്ടും മലയാളി, ലോകത്തു മലയാളിയെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരും ഒത്തുചേർന്ന ഒരു വലിയ കേരള മോഡൽ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ആ മഹത്തായ പ്രവർത്തനത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ചു പിടിക്കാൻ, മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്താൻ, കണ്ണീര് തുടയ്ക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ മലയാളം ഒരുമിച്ചു നിന്നപ്പോൾ SYSഉം അതിന്റെ വളണ്ടിയർമാരും അവരുടെ പങ്ക് നിർവഹിച്ചു എന്നുള്ളത് സന്തോഷപൂർവ്വം എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പറയാറുണ്ട്. ടേബിൾ ടോക്ക്, മാധ്യമ വിരുന്ന്, സ്ഥാപന സന്ദർശനം, പ്രാസ്ഥാനിക സംഗമം തുടങ്ങിയവയും നടന്നു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. യാത്രാനായകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസ്ഹരി സംഗമത്തെ അഭിസംബോധന ചെയ്തു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, PSK മൊയ്തു ബാഘവി, സയ്യിദ് ഫസൽ തങ്ങൾ, TJ സനീഷ് കുമാർ MLA, മുൻ MP TN പ്രതാപൻ, CR നീലകണ്ഠൻ, KS ഹംസ, CA റഷീദ്, ശോഭ സുബിൻ, മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഫാദർ റെജി, ഫാദർ അനീഷ് മാത്യു, ഫാദർ ജെയിംസ് KJ, ശ്രീമദ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, തൃശൂർ മെഡിക്കൽ കോളേജ് RMO ഡോക്ടർ R ഷാജിക്ക് വീൽ ചെയറുകൾ സമർപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് മുണ്ടൂർ റോഡിൽ പഞ്ഞമൂല ബസ് സ്റ്റോപ്പിന് സമീപം ലോറിക്ക് പുറകിൽ സ്വകാര്യ സ്കൂൾ ബസ് ഇടിച്ച് അപകടം. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ലോറി ഡ്രൈവർ 36 വയസ്സുള്ള സിജോയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 8:30 അപകടമുണ്ടായത്. സ്വകാര്യ സ്കൂൾ ബസ് പുറകിലിടിച്ചതിനെ തുടർന്ന് ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത് കിണറിന് സമീപത്ത് എത്തിയാണ് നിന്നത്. അപകട സമയത്ത് ഒറീസ സ്വദേശികൾ ഉൾപ്പെടെ 5 പേർ ലോറിയിലുണ്ടായിരുന്നു. സ്കൂൾ ബസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി 5 പേർക്ക് ദാരുണാന്ത്യം. നാടോടികളാണ് മരിച്ചത്. ചേർപ്പ് ഉപജില്ലാ കലോത്സവം ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു. ചൊവ്വാഴ്ച റവന്യൂ മന്ത്രി കെ രാജൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ 21 ആനകൾ അണിനിരന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ തിടമ്പേറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.